ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ? കാടും മലയും ഒക്കെ താണ്ടി പോവാം. ഞാൻ പോകുന്ന വഴിക്ക് വച്ച് കണ്ട ഒരു കുരങ്ങച്ചാൻ്റെ കുടുംബമാണ് കേട്ടോ. അവർ നല്ല രീതിക്ക് പരസ്പരം കിട്ടിയ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാണ്ട് അടിവച്ചും നല്ല കളിച്ച് ചിരിച്ചാണ്ടോ അവിടെ താമസിക്കുന്നത്. ഞാൻ എന്താണെന്നറിയാമോ എൻ്റെ കാല് കാണിക്കുന്നത്? ഞാൻ നടന്നു പോകുന്നതാണെന്ന് ഞങ്ങളെ അറിയിക്കാനും ഒരു ഷോയ്ക്ക് വേണ്ടി. കണ്ടോ, പച്ചപ്പട്ട് വിരിച്ചതുപോലെയാണ് നമ്മുടെ പുല്ലുകളൊക്കെ നിൽക്കുന്നത്. വേനൽക്കാലമായാൽ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്നും ഇവിടെ വരുന്നതല്ല. ഞാൻ കാര്യം പറയാം. ഇത് എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. എല്ലാവരും പുതിയ വീടൊക്കെ വെച്ച് മാറി. ഇപ്പോൾ ഈ കാട്ടിനുള്ളിൽ ആരും താമസിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ വഴിക്ക് വെച്ചൊരു കാ പറിച്ചില്ലേ, ആ കാ ആരും കഴിക്കരുത് കേട്ടോ. അത് വിഷക്കായാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് എറിഞ്ഞത്. ഇതാ കണ്ടില്ലേ ഒരു അട്ട. ഈ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഇവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കടന്നൊക്കെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോയിൽ അത് കാണിക്കാം ഫോട്ടോ. ഞാനും എൻ്റെ അനിയനൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു കായാണ്. അതെന്താണെന്ന് ഞാൻ മറന്നുപോയി. അത് കൂടി കാണിക്കാൻ ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ്. എൻ്റെ അനിയൻ പറയുന്നത്, അമ്മ ചേച്ചി വീഡിയോ എടുത്തുകൊണ്ട് നടന്ന് വരാതെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. അത് ഞാൻ ഇങ്ങനെ എല്ലാം കണിക്കാണുന്ന എല്ലാ പുല്ലും പുൽച്ചാടി എല്ലാം അങ്ങ് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നല്ലൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ പള്ളിയിൽ നിന്ന് കരോൾ വരുന്ന ദിവസം നമ്മൾ അവിടെ നിന്ന് പുല്ല് പറിക്കാൻ പോകും. അപ്പം അറിയാം, നല്ല രീതിക്ക് നമ്മളവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ടേ വരുള്ളൂ. ഞാൻ ഇപ്പം ഇങ്ങനെ നടന്നത് അവിടെ ഫുള്ള് പായലാണ്, ചറുക്കടിച്ച് വീഴും. ഈ പുളി ഞാൻ എന്ന് വന്നാലും ഇവിടെ നിന്ന് തറയെ വീഴുന്ന നടക്കുന്ന പുളി എടുക്കും. നമ്മൾ എന്നും വരുന്നതല്ലല്ലോ, മാസത്തിലൊരിക്കലൊക്കെ അല്ലേ വരുള്ളൂ. പിച്ചിപ്പൂവും 10 മണിപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട്. 10 മണിക്ക് വിരിഞ്ഞിട്ട് അവൻ വാടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എന്തിനാണ് കറക്കിയും മറിച്ചൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ചുമ്മാ വീണ്ടും ഞാൻ നടക്കുന്നത്. ഇതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ചാടും, ഈ പായലെത്തുമ്പം ചാടും. ഇതിലിങ്ങനെ വീഴുന്നൊരു പാടെൻ്റെ നാഡിയിൽ കിടപ്പുണ്ട് കേട്ടോ.